വചനം വചനം ത്രിയേക ദൈവമം വചനം. നിതാന്തമായ ഒരു ഒരുക്കത്തെക്കുറിച്ച് ക്രിസ്തു വാചാലനാകുന്നു. വസ്ത്രങ്ങളണിഞ്ഞ് ആടയാഭരണങ്ങൾ ഉടുത്ത് ഒരുങ്ങേണ്ട ഒരു ആവശ്യകതയെക്കുറിച്ചല്ല പ്രതിപാദ്യം, മറിച്ച് മിഴികളിൽ വെളിച്ചവും ഹൃദയത്തിൽ സ്നേഹത്തിൻ്റെ തുടിപ്പുമായി ഒരു ക്രിസ്തു ശിഷ്യൻ തൻ്റെ ദൈവത്തിന് വേണ്ടി ഒരുങ്ങേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് സുവിശേഷം വില കൽപ്പിച്ച് പറയുന്നുണ്ട്. ത്രിസ്കാന്തോസ് ഞായറാഴ്ച വിചിന്തനത്തിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. സുവിശേഷത്തിൽ ഉടനീളം കാണുന്ന നിതാന്ത ജാഗ്രതയെ ഒന്നും കൂടി ഊട്ടിയുറപ്പിക്കുകയാണ് ലൂക്കാ സുവിശേഷകൻ. 12-ാം അധ്യായം വളരെ മനോഹരമായിട്ട് പറഞ്ഞു വെക്കുന്നത് യജമാനെയും കാത്ത് ഒരു ഭൃത്യൻ എപ്രകാരമാണ് ഉണർവോടെ ജാഗ്രതയോടെ ഇരിക്കേണ്ടതെന്നുള്ളതാണ്. പല ആവർത്തി വചനം പ്രതിപാദിക്കുന്നുണ്ട്. ഉണർവുള്ളവരാകുക, അരമുറുക്കി കാത്തിരിക്കുക, വിളക്ക് കൊളുത്തുക, ഒരുക്കമുള്ളവരായി മാറുക. ഇത് വീണ്ടും വീണ്ടും നമ്മളോട് പറഞ്ഞു വെക്കുമ്പോൾ വചനം പറയാൻ ആഗ്രഹിക്കുന്നത് ഇന്ന് തന്നെയാണ്. കർത്താവിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുവാനുള്ള ഉൾക്കരുത്തിൻ്റെ പേരാണ് ഒരുക്കം എന്ന് പറഞ്ഞാൽ. ഈ ഭൂമിയിൽ ഏറെ നാൾ ജീവിച്ച് സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ ദൈവരാജ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ ഒരുവൻ ജീവിതം കൊണ്ട് നെയ്തെടുക്കേണ്ട ഒരു കുപ്പായമാണ് ഈ ഒരുക്കം. യെശയ്യാ പ്രവചനദർശി മനോഹരമായിട്ടൊരു സ്വർഗീയ വിരുന്നിനെക്കുറിച്ച് പ്രതിപാദനം നടത്തുന്നുണ്ട്. സർവ്വലോകങ്ങളുടെയും നാഥനായ ദൈവം ഒരു വിരുന്നൊരുക്കുന്നുണ്ട്. ആ വിരുന്നിലേക്ക് എല്ലാവരും ക്ഷണിക്കപ്പെടുന്നുണ്ട്. പക്ഷെ ആ വിരുന്നിൽ പങ്കെടുക്കുവാനായിട്ടുള്ള പ്രധാനപ്പെട്ട യോഗ്യത വിവാഹ വസ്ത്രമുണ്ടാകുക എന്നുള്ളതാണ്. തുന്നലുകൊണ്ട് തുന്നിച്ചേർത്ത വസ്ത്രമല്ല, വളരെ മനോഹരമായിട്ടുള്ള പട്ടുടുപ്പല്ല, മറിച്ച് ജീവിതം കൊണ്ട് ഒരുവനുണ്ടാക്കിയെടുക്കേണ്ട ഒരു വസ്ത്രം. ഇതുതന്നെയാണ് ഇന്ന് സുവിശേഷത്തിൽ കാതലായ സന്ദേശം. കർത്താവിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാനായിട്ട് എന്ത് ഒരുക്കമാണ് ഞാൻ നടത്തുന്നത്? രാത്രിയുടെ യാമങ്ങളിലോ ജീവിതത്തിൻ്റെ അലസത നീണ്ട നിമിഷങ്ങളിലോ ദൈവം നിന്നെ തേടി വരുമ്പോൾ നീ ഒരുക്കത്തോടു കൂടിയാണോ? ഉണർവോടുകൂടിയാണോ? അതോ ഉറക്കത്തിനും ഉണർവിനും ഇടയിലുള്ള ഉന്മാദത്തിൽ വീണുപോയി നമ്മൾ പലപ്പോഴും വലിയ കൃപകളുണ്ടായിട്ടും പലപ്പോഴും ഒരുക്കമില്ലാതെ ജീവിതത്തിൽ തളർന്നു പോകുന്നവരായി മാറുന്നുണ്ടോ? ഒരുക്കത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചും കർത്താവിൻ്റെ വരവിനായിട്ട് ഒരു ക്രിസ്തു ശിഷ്യൻ എപ്രകാരമാണ് സ്വയം ശുദ്ധീകരിക്കേണ്ടതും വിശുദ്ധീകരിക്കേണ്ടതും എന്നതിനെക്കുറിച്ചുമാണ് വചനം പ്രതിപാദിക്കുക. വചനഭാഗം 2 പ്രധാന ചിന്തകൾ നമ്മളുമായിട്ട് പങ്കുവെക്കുന്നുണ്ട്. ഒന്നാമത്തേത്, ക്രിസ്തു അഭിസംബോധന ചെയ്യുന്നത് ചെറിയ അജഗണമേ എന്നാണ്. സുവിശേഷത്തിലെങ്ങും നമ്മൾ ഇങ്ങനെ ഒരു അഭിസംബോധന കാണാറില്ല. ഒരു വലിയ അജഗണത്തിൽ നിന്ന് ശിശു പ്രത്യേകമായിട്ട് ഒരു ചെറിയ അജഗണത്തോട് സംസാരിക്കുന്നതൊക്കെ ഒരുക്കത്തെക്കുറിച്ചാണ്. എന്താണ് ഈ ചെറിയ അജഗണം? മിഴികളിൽ വിളക്കുമായി നടക്കുന്നവർ, ഹൃദയത്തിൽ സ്നേഹവുമായി എപ്പോഴും നിതാന്ത ഒരുക്കമായി നടക്കുന്നവരെക്കുറിച്ചാണ് ക്രിസ്തു പറയുക. അങ്ങനെയുള്ളവർക്കാണ് ഈ സുവിശേഷം. അങ്ങനെയുള്ളവർ സ്വാഭാവികമായിട്ടും ക്രിസ്തു വരുമ്പോൾ അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി സദാ കാത്തിരിക്കുന്നവരായിരിക്കും. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഇപ്രകാരമുള്ള ചില മനുഷ്യരെ നമ്മൾ കണ്ടുമുട്ടാറില്ലേ? വിശന്ന് വലയുമ്പോൾ ഒത്തിരി പേർ കടന്നുപോയിട്ടും ഒരാളോട് മാത്രം നമ്മൾ ഭക്ഷണം കഴിക്കാൻ പൈസ ചോദിക്കുന്നു. വഴിയിൽ വണ്ടികളില്ലാതെ വലയുമ്പോൾ ഒരാളുടെ മുന്നിൽ നമ്മളൊരു ലിഫ്റ്റിനായി കൈനീട്ടുന്നു. അവരുടെ മിഴികളിൽ ഒരു വെളിച്ചമുണ്ട്, അവരുടെ ഹൃദയത്തിൽ ഒരു സ്നേഹത്തിൻ്റെ തുടിപ്പുണ്ട്. ഇങ്ങനെ ജീവിക്കുന്നവരെയാണ് നമ്മൾ ചെറിയ അജഗണമേ എന്ന് പറയുക. ക്രിസ്തു ഉദ്ദേശിക്കുന്നതും അതുതന്നെയാണ്. അത്തരം ചെറിയ അജഗണമായിരിക്കും എപ്പോഴും ഒരുക്കത്തോടെ കർത്താവിൻ്റെ വരവിനായി കാത്തിരിക്കുന്നത്. സുവിശേഷത്തിൻ്റെ 2-ാം ഭാഗം വളരെ മനോഹരമായിട്ട് 3 കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട്. ഒന്നാമത്, ഈ ഭൃത്യൻ കാത്തിരിക്കുന്നുണ്ട്. അവിടെ യജമാനൻ്റെ അഭാവമാണ്. യജമാനനില്ല. ഏദൻ തോട്ടം
ആദത്തിനും ഹവ്വയ്ക്കും ഏൽപ്പിച്ചു കൊടുത്തിട്ട് കർത്താവാവുന്ന യജമാനൻ അവരിന്ന് മാറി നിൽക്കുന്നുണ്ട്. അതുപോലെ ജീവിതത്തിൽ ഇതുപോലെയുള്ള ദൈവം നമുക്ക് പലതും ഏൽപ്പിച്ചു തന്നിട്ട് മാറി നിൽക്കുന്നത് ജീവിതം ആർത്തുല്ലസിച്ച് തോന്നിയ പോലെ ജീവിക്കാനല്ല. ആ നിങ്ങൾക്ക് കിട്ടിയ കഴിവുകളെ, നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്ന ഉത്തരവാദിത്തങ്ങളെ ഏറ്റവും ഭംഗിയായിട്ട് നിർവഹിക്കാനാണ്. ദൈവത്തിൻ്റെ അഭാവം നമ്മൾ കാണുമ്പോൾ ആ അഭാവം ദൈവമില്ലാത്ത ശൂന്യതയല്ല, ദൈവം നമ്മളെ അത്രമാത്രം സ്നേഹത്തോടെ വീക്ഷിക്കുന്നുണ്ടെന്നും മനസ്സിലാക്കുന്നുവെന്ന് തിരിച്ചറിയാനുള്ളതാണ്. അതിനാൽ തന്നെ ദൈവം നമുക്ക് സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. രണ്ടാമത്തത് കാത്തിരിപ്പാണ്. എല്ലാ ദൈവിക ഇടപെടലുകളും നടക്കുക കാത്തിരിപ്പിന് ശേഷമല്ലേ? നിതാന്തമായി കാത്തിരിക്കുക എന്നുള്ളത് ഒരു പ്രാർത്ഥനയാണെന്നേ. ദൈവത്തിന് വേണ്ടി സർവ്വവും ത്യജിച്ച്, ദൈവത്തിന് വേണ്ടി സർവ്വവും ജീവിതത്തിൻ്റെ വ്യഗ്രതകളൊക്കെ മാറ്റിവെച്ച് കാത്തിരിക്കുവാൻ ഒരുവൻ തയ്യാറാകുമ്പോൾ നിൻ്റെ മുന്നിലേക്ക് ദൈവം പെയ്തിറങ്ങുന്നു എന്നുള്ള മനോഹരമായ ചിന്തയാണ്. കാത്തിരിപ്പിനൊടുവിൽ നിനക്ക് ദർശനമേകാൻ അവൻ നിൻ്റെ വാതിൽക്കൽ മുട്ടുന്നുണ്ട്. മൂന്നാമത്തത് ഉണർവാണ്. ഉറക്കത്തിലും ഒരുവൻ കാത്തു സൂക്ഷിക്കേണ്ട ഒന്ന്. ജീവിതത്തിൻ്റെ ഒരുപാട് നെട്ടോട്ടങ്ങൾക്കിടയിൽ ഈ ഉണർവ് നഷ്ടപ്പെട്ടു പോകുന്ന മനുഷ്യരാകുന്നുണ്ടോ നമ്മൾ? ആ ഉണർവോടെ ഓരോ പ്രഭാതത്തിലും ദൈവത്തിൻ്റെ സ്നേഹം പുതുമയുള്ളതാണെന്ന് തിരിച്ചറിഞ്ഞ് ഉണർവോടെ കർത്താവിനെ സ്വീകരിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? സുവിശേഷ വചനത്തെ ഹൃദയത്തിൽ സ്വീകരിക്കാം. യേശു വിളിക്കുന്നത് പോലെ ചെറിയ അജഗണത്തിൽപ്പെട്ടവരാണോ നമ്മൾ? കർത്താവ് ഒരുക്കുന്ന വിരുന്നിലേക്ക്, ദൈവരാജ്യത്തിലേക്ക് ചേർക്കപ്പെടുവാൻ തക്ക ജീവിതം കൊണ്ട് തുന്നിയ ഒരു കുപ്പായം നമുക്കുണ്ടോ? എങ്കിൽ കർത്താവ് നമ്മളോട് പറയുന്നു, ഭയപ്പെടേണ്ട, ദൈവരാജ്യം നിങ്ങളുടേതാണ്.